കോഴിക്കോട് കൂടരഞ്ഞിലെ ഇരട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ രേഖാചിത്രം തയ്യാറാക്കി പോലീസ്. കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന ആളുടെ രേഖാചിത്രമാണ് തയ്യാറാക്കിയത്. തിരുവമ്പാടി പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് ചിത്രം തയ്യാറാക്കിയത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ കൂടരഞ്ഞിയിലെ കൊലപാതക വെളിപ്പെടുത്തലിൽ വർഷങ്ങൾക്കിപ്പുറം മരിച്ചയാളുടെ രേഖാചിത്രം തയ്യാറാക്കുകയാണ്. എന്താണ് വിവരം? സ്മൃതി, നിർണായകമായൊരു നീക്കമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്നയാളുടെ രേഖാചിത്രം തിരുവമ്പാടി പോലീസ് തയ്യാറാക്കിയിരിക്കുന്നു. 39 വർഷം മുൻപ് താൻ ഒരാളെ കൂടരഞ്ഞിയിൽ വെച്ച് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. അതിനു പിന്നാലെ വലിയ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നു. പക്ഷേ പോലീസിന് ഏറ്റവും കുഴക്കിയൊരു കാര്യം, ആരാണ് കൊല്ലപ്പെട്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അന്നത്തെ FIR ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ശേഖരിക്കാനുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു സൈഡിൽ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്നയാളുടെ രേഖാചിത്രം പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു രേഖാചിത്രം ഉണ്ടാക്കിയത്. അത് ഏകദേശം 80% ഇയാളുമായി സാമ്യതയുണ്ട് എന്നുള്ളതാണ് ഈ രേഖാചിത്രം തയ്യാറാക്കിയതിനു ശേഷം മുഹമ്മദ് അലി തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ രേഖാചിത്രം ഐഡന്റിഫൈ ചെയ്ത് ആരെങ്കിലും രംഗത്തേക്ക് വരുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. സ്മൃതി, ഇതിലിപ്പോൾ മറ്റൊരു കൊലപാതകത്തിന്റെ കാര്യം കൂടി മുഹമ്മദ് അലി തുറന്നു പറഞ്ഞിരുന്നു. അത് വെള്ളയിൽ കടപ്പുറത്ത് വെച്ച് നടത്തിയെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നിലവിൽ ഇതുവരെ പോലീസിന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ നിലവിലിപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുള്ള ഈ രേഖാചിത്രം തയ്യാറാക്കുക എന്ന നടപടി കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഇയാളെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.